ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ഡ്രീംസ് ഓഫ് ബാക്ക് പാക്കേഴ്സ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ജപ്പാനിലെ ഇബ്രാക്കി പ്രിഫെക്ചറിലുള്ള തൈഗോ ടൗണിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ ചേഞ്ച്, ഓട്ടം കളർ ചേഞ്ച് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ ഒരു ചെറിയ ട്രക്കിങ്ങും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് സംസാരിക്കാം. നമുക്ക് ഇതാണ് നമ്മൾ ഇന്ന് ട്രക്ക് ചെയ്യാൻ പോകുന്ന പാത്ത്. വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. വെരി കോൾഡ് ആണ്. ട്രക്കിംഗ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കാടായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ്, ട്രക്കിംഗ് പാത്ത് വഴി നടക്കുകയാണ്. ഇവിടെ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജൊക്കെ ഉണ്ട്, അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് ദൂരം നടന്ന് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ക്യാമറയിൽ നോക്കാതെ താഴോട്ട് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെന്നി വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഏറ്റവും അധികം കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. ഇവിടുത്തെ സസ്പെൻഷൻ ബ്രിഡ്ജ് വളരെ ഫേമസ് ആണ്. അപ്പോൾ ഞാൻ ബ്രിഡ്ജിൽ കൂടെ അങ്ങ് നടക്കുകയാണ്. കൊള്ളാം കേട്ടോ, നല്ല സ്ഥലം. വളരെ അയ്യോ കുലുങ്ങുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല കീടില്ല സ്ഥലം. സസ്പെൻഷൻ ബ്രിഡ്ജ് എല്ലാം കഴിഞ്ഞു. അടുത്ത ട്രക്കിംഗ് പാത്ത് പിടിച്ച് പോവുകയാണ്. ഒരു ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നായിരുന്നു, ഒരു വാട്ടർഫോൾ ഉണ്ടെന്ന്. കുറച്ച് നടക്കണം. അപ്പോൾ ഏകദേശം അതിൻ്റെ അടുത്തെത്തി. കാര്യം നല്ല സൗണ്ട് കേൾക്കാം വെള്ളം വീഴുന്നതിൻ്റെ. സുന്ദരമായ ഒരു സ്ഥലം. പക്ഷേ ഇവിടെ വെള്ളച്ചാട്ടമൊന്നും കാണാനില്ല. ചിലപ്പം ഞങ്ങളെ പാത്ത് തെറ്റിപ്പോയി കാണും, അത് കാരണമാണെന്നും. പക്ഷേ വന്നെത്തിയ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ 4 സൈഡും ലോക്ക്ഡാണ്. ഒരു സൈഡിലോട്ട് പോകാൻ പറ്റുന്നില്ല. ആ കൂടെ നമ്മൾ വന്ന വഴി മാത്രമുണ്ട് തിരിച്ചു പോകാൻ. സ്ഥലം കണ്ടിട്ട് തിരിച്ച് നടക്കുകയാണ്. ഇനിയും കുറച്ച് പാത്തുകളും കൂടെ ഉണ്ട്. എനിക്ക് കൃത്യമായിട്ടുള്ള ഐഡിയ ഇല്ല എല്ലാ സ്ഥലത്തിനെ കുറിച്ചും. കാര്യം ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തോട്ട് വരുന്നത്. അപ്പോൾ മാപ്പ് കണ്ടിട്ടും എനിക്ക് അധികം സ്ഥലങ്ങളെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. എന്തായാലും ഓക്കെ, വളരെ സൂക്ഷിച്ച് നടക്കണം. കാര്യം ഭയങ്കരമായിട്ട് സ്ലിപ്പ് ചെയ്യണമുണ്ട്.
ഫാൾസ് കണ്ടിട്ട് തിരിച്ച് നടക്കുകയാണ്. പക്ഷേ അത്രയ്ക്കൊന്നുമില്ല കേട്ടോ, അവർ പറഞ്ഞതിൻ്റെ അത്രയൊന്നുമില്ല. ഒയ്യോ, പക്ഷെ കുറേ ദൂരം നടക്കണം. നടന്ന് പാറയൊക്കെ കടന്ന് ഒരു വിധമാണ് എത്തിയത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ട്രെക്കിംഗ് നല്ല കിടിലുമായിട്ടുണ്ട്. ഒരുപാട് നടന്നു. ഏകദേശം 6 കിലോമീറ്ററോളം നമ്മൾ നടന്നു. 6 കിലോമീറ്ററോളം നടന്നു. അതിനിടയിൽ കുറേ കാടും അങ്ങനെയുള്ള ഏരിയയൊക്കെ കണ്ടു. അത് കഴിഞ്ഞൊരു സസ്പെൻഷൻ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത്. ആ സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ പേര് ഹനാനുക്കി ബ്രിഡ്ജ് എന്നാണ്, ഹനാനുക്കി ഗോർജ് എന്നാണ് ഞാൻ ഗൂഗിൾ മാപ്പിലൊക്കെ കണ്ടത്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ഡാമും കൂടെ ഉണ്ട്. ആ ഡാമിൻ്റെ അടുത്തോട്ട് നമ്മൾ പോയില്ല. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഞങ്ങൾ വണ്ടി കാറ് പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തോട്ട് ഏകദേശം എത്തി. വളരെ സൂപ്പർ യാത്രയായിരുന്നു. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. വരുന്ന വഴിയിൽ കണ്ടൊരു സ്ഥലമാണ്. ഒരു വലിയൊരു പക്കോടയും അതുപോലെ തന്നെ ഒരു ഷ്രൈനും എല്ലാം കൂടെ. ഇവിടെ ആദ്യം ആൾക്കാരൊന്നുമില്ല. വളരെ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലം. നല്ല വ്യൂസ് അല്ലേ.